Dear students, welcome to DBDO Volume 11, Capturing Biometric Data. In this volume, we are discussing about the different procedures for collecting different types of biometric data. It depends on the type of biometric data to be captured. നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള ബയോമെട്രിക് ഡാറ്റ യൂസർ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ബയോമെട്രിക് ഡാറ്റ ഫേസ്, ഫിംഗർ പ്രിൻറ്റ്, ഐറിസ്, പാം പ്രിൻറ്റ് എന്നിവയാണ്. ഇവ ഓരോന്നും ക്യാപ്ചർ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വി വിൽ സീ ഫേസ് ഇമേജ് ക്യാപ്ചറിംഗ്. Camera is the device used for capturing the face image. It is the least intrusive of biometric system which needs no contact with the subject. ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കറിയാം ആരുടെ ഫോട്ടോയാണോ എടുക്കുന്നത് അവരുമായിട്ട് ഏറ്റവും കുറവ് കോണ്ടാക്റ്റ് വരുന്ന മെത്തേഡാണ്. ഫോട്ടോ എടുക്കപ്പെടുന്ന ആളിനെ തൊടേണ്ട ഒരാവശ്യം വരുന്നില്ല. ദൂരെ നിന്നാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അതുകൊണ്ടാണ് അത് ലീസ്റ്റ് ഇൻട്രൂസീവ് ആയിട്ടുള്ള ബയോമെട്രിക് സിസ്റ്റം ആണെന്ന് പറയുന്നത്. Facial biometric data can be easily extracted from image sources such as photographs and videos or other image sources. Facial biometric data നമുക്ക് ക്യാമറ ഉപയോഗിച്ച് മാത്രമല്ല ഫോട്ടോഗ്രാഫ്, വീഡിയോ അതുപോലെയുള്ള ഡിഫറെൻറ്റ് ഇമേജ് സോഴ്സിൽ നിന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. Digital camera is connected to a laptop or computer through a universal serial bus port. USB പോർട്ട് വെച്ച് നമുക്ക് ഡിജിറ്റൽ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഡാറ്റ കമ്പ്യൂട്ടറിലേക്കോ ലാപ്ടോപ്പിലേക്കോ എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഡിസ്പ്ലേ ഇമേജസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്യാപ്ചറിങ് ദം. ഒരു ഡിജിറ്റൽ ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് എല്ലാം എടുത്ത ഉടനെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാനും സാധിക്കും. In the figure, we can see a digital camera. The two important parts are a autofocus lens and a mounting base. ഇതാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ ക്യാമറ. ഇതിനൊരു ഓട്ടോ ഫോക്കസ് ലെൻസും മൗണ്ടിങ് ബേസും ഉണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഒഫീഷ്യൽ യൂസിന് വേണ്ടി ഫേഷ്യൽ ഇമേജ് ക്യാപ്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ദി ഓപ്പറേറ്റർ ഷുഡ് ബി സിറ്റിംഗ് അറ്റ് 90 degrees ആംഗിൾ ടു ദി enrollee. The enrollee should be facing the camera directly. Neck and head should be straight. If the picture is not getting captured properly, to get the right posture and distance, the operator should adjust the position of the mounted camera and not the enrollee. The enrollee should have a very neutral expression on his face. He or she should not be smiling. അതായത് ഫോട്ടോ എടുക്കുമ്പോൾ ഓപ്പറേറ്ററെ ഫേസ് ചെയ്തിട്ടായിരിക്കാം എൻറോളി ഇരിക്കേണ്ടത്. എൻറോളിയുടെ ഫേസിൽ ഒരു ന്യൂട്രൽ എക്സ്പ്രഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതായത് സ്മൈലിംഗ് അങ്ങനെയുള്ള ഒരു എക്സ്പ്രഷനും അലൗഡ് അല്ല. ദി റൂം വേർ ദി ഡിജിറ്റൽ ഇമേജ് ഈസ് ബീയിങ് ടേക്കൺ മസ്റ്റ് ബി വെൽ ലൈറ്റഡ്. അതായത് നമ്മൾ ഇത് ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് ആവശ്യത്തിന് വെളിച്ചം ഉണ്ടായിരിക്കണം. അതുപോലെ എൻറോളി ഒരു സ്പെക്സ് ഒക്കെ ധരിക്കുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ട് അത് ധരിച്ച് തന്നെ ഫോട്ടോ എടുക്കണം. അതല്ലെങ്കിൽ പിന്നീട് വേറൊരു ഫോട്ടോഗ്രാഫിൽ അയാളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ദി ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ് മസ്റ്റ് ബി ടേക്കൺ വിത്ത് ഗ്ലാസസ് ഓൺ. ഇഫ് ദി എൻറോളി വെയേഴ്സ് വൺ, ഹി ഷുഡ് എൻഷുവർ ദാറ്റ് ദി ഐറിസ് ആൻഡ് പ്യൂപ്പിൾ ആർ ക്ലിയർലി വിസിബിൾ ത്രൂ ദി ഗ്ലാസസ്. അതായത് ഗ്ലാസ് ധരിക്കുന്നുണ്ടെങ്കിലും അത് കൂളിംഗ് ഗ്ലാസ്സോ അതുപോലത്തെ ഗ്ലാസസ് ആവരുത്. അതായത് ഐറിസ്, പ്യൂപ്പിൾ ഇതെല്ലാം ക്ലിയർലി വിസിബിൾ ആവുന്ന വിധത്തിലാണ് ഫോട്ടോ എടുക്കേണ്ടത്. ഇത്രയുമാണ് ഫേസ് ഇമേജ് ക്യാപ്ചറിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് നമ്മളെല്ലാവരും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ ആവശ്യത്തിനുള്ള ലൈറ്റ് വേണം. അതുപോലെ ആ ക്യാമറയെ ഫേസ് ചെയ്തിട്ടായിരിക്കണം എടുക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫർ അതിനനുസരിച്ച് ആ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിംഗർ പ്രിൻറ്റ് ക്യാപ്ചറിങ് ആണ്. ഫിംഗർ പ്രിൻറ്റ് ക്യാപ്ചറിങ്ങിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എവറി ഇൻഡിവിജ്വൽസ് ഫിംഗർ ടിപ്പ് ഹാസ് എ പാറ്റേൺ ഓഫ് ഫ്രിക്ഷൻ റിഡ്ജസ് ആൻഡ് വാലീസ് ദാറ്റ് ആർ യുണീക്ക് ടു ഹിം ഓർ ഹെർ. അതായത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഫിംഗർ ടിപ്പിൽ ഒരു പാറ്റേൺ ഓഫ് റിഡ്ജസ് ആൻഡ് വാലീസ്, അതായത് ആ വിരൽത്തുമ്പിൽ കാണുന്ന പാറ്റേണിനെയാണ് നമ്മൾ റിഡ്ജസ് ആൻഡ് വാലീസ് എന്ന് പറയുന്നത്.
അതാണ് ഒരാളുടെ ഫിംഗർ പ്രിൻറ്റിനെ വേറൊരു ഫിംഗർ പ്രിൻറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത്. എ ഫിംഗർ പ്രിൻറ്റ് ഈസ് ആൻ ഇംപ്രഷൻ ഓഫ് ദി ഫ്രിക്ഷൻ റിഡ്ജസ് ഫൗണ്ട് ഓൺ ദി ഇന്നർ സർഫസ് ഓഫ് എ ഫിംഗർ ഓർ എ തമ്പ്. അതായത് നമ്മുടെ ഫിംഗറിൻ്റെ ഉൾഭാഗത്ത് കാണുന്ന അല്ലെങ്കിൽ തമ്പിൻ്റെ ഉൾഭാഗത്ത് കാണുന്ന ആ പാറ്റേണിൻ്റെ ഒരു ഫോട്ടോയാണ് ഫിംഗർ പ്രിൻറ്റ് എന്ന് പറയുന്നത്. ഫിംഗർ പ്രിൻറ്റ്സ് ആർ യുണീക്ക് ഫോർ ഈച്ച് ഫിംഗർ ഓഫ് എ പേഴ്സൺ ഇൻക്ലൂഡിങ് ഐഡൻറ്റിക്കൽ ട്വിൻസ്. ഐഡൻറ്റിക്കൽ ട്വിൻസിന് പോലും ഫിംഗർ പ്രിൻറ്റ് സെയിം ആയിരിക്കില്ല. അതുകൊണ്ട് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഏറ്റവും യൂസ്ഫുള്ളായ ഒരു മെത്തേഡാണ് ഫിംഗർ പ്രിൻറ്റ്. ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നിഷൻ ടെക്നോളജി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കമേഴ്ഷ്യലി അവൈലബിൾ ബയോമെട്രിക് ടെക്നോളജി. നമുക്കറിയാം, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടാവും, അതുപോലെ മാൾസിൽ കണ്ടിട്ടുണ്ടാവും. അവിടെയൊക്കെ എംപ്ലോയീസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഫിംഗർ പ്രിൻറ്റ്. അത് ഒരു കാരണവശാലും രണ്ടു പേർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഫേസിൽ ചിലപ്പോൾ സാദൃശ്യം ഉണ്ടാകാം, പക്ഷേ ഫിംഗർ പ്രിൻറ്റ് ഇരട്ടകളുടെ പോലും ഫിംഗർ പ്രിൻറ്റ് ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ അതാണ് ഫിംഗർ പ്രിൻറ്റ് ക്യാപ്ചറിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി ഇത് ക്യാപ്ചർ ചെയ്യാൻ എന്താ യൂസ് ചെയ്യുന്നത്? ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. എ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഈസ് എ ഡിജിറ്റൽ ഫിംഗർ പ്രിൻറ്റ് ക്യാപ്ചറിങ് ഡിവൈസ് വിച്ച് സ്കാൻസ് ആൻഡ് ക്യാപ്ചേഴ്സ് ഫിംഗർ പ്രിൻറ്റ്സ് വിത്ത് ഈസ്. അതായത് ഒരു ഫിംഗർ പ്രിൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഈസ് എ ലോ കോസ്റ്റ് ആൻഡ് ആൻ ഇഫക്റ്റീവ് മെത്തേഡ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഈസ് കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ ത്രൂ ദി USB പോർട്ട്. ഡിജിറ്റൽ ക്യാമറ പോലെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് നമുക്കൊരു USB പോർട്ട് വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. ദി ഫിംഗർ പ്രിൻറ്റ് ഈസ് സ്കാൻഡ് ആൻഡ് ദി ഇമേജസ് ക്യാപ്ചേർഡ് ത്രൂ എ ട്രാൻസ്പാരൻറ്റ് ഫ്ലാറ്റ് ഗ്ലാസ് പ്ലേറ്റ്. അതായത് ഫിംഗർ പ്രിൻറ്റ് ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടാണ് ഇത് ക്യാപ്ചർ ചെയ്യുന്നത്. നമുക്കൊരു ഡയഗ്രാം കാണാം. ദിസ് ഈസ് ദി ഡയഗ്രാം ഓഫ് എ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. We can see a transparent glass plate and it is called platen. ആ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് പ്ലേറ്റിനാണ് പ്ലാറ്റൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു മൗണ്ടിങ് ബേസ് ഉണ്ടാവും, അതായത് അത് എവിടെയെങ്കിലും വെക്കാൻ വേണ്ടി ഒരു മൗണ്ടിങ് ബേസ് ഉണ്ടാവും. ഒരു GUI, ദാറ്റ് ഈസ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. അതായത് യൂസർ ഇൻ്റർഫേസ്, യൂസർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ബട്ടൺസ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു GUI ഉണ്ടാവും. പിന്നെ ഒരു ക്യാരിയിങ് ഹാൻഡിൽ, നമുക്കിത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാരിയിങ് ഹാൻഡിൽ ഉണ്ടാവും. USB ഇൻ്റർഫേസ്, ക്യാപ്ചർ ചെയ്ത ഫിംഗർ പ്രിൻറ്റ്സ് നമുക്കിതിലേക്ക് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരു USB ഇൻ്റർഫേസ് ഉണ്ടാവും. ഇത്രയാണ് ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ പാർട്സ്. ഞാൻ അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. പ്രൊസീജിയർ: വെൻ ക്യാപ്ചറിങ് ദി ഫിംഗർ പ്രിൻറ്റ് ഇമേജ്, ദി ഫിംഗർ പ്രിൻറ്റ് ഓഫ് ഓൾ 10 ഫിംഗേഴ്സ് ഓഫ് 2 ഹാൻഡ്സ് നീഡ്സ് ടു ബി ക്യാപ്ചർഡ്. അതായത് 10 ഫിംഗറിൻ്റെയും ഫിംഗർ പ്രിൻറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യും. നിങ്ങൾക്കറിയാം, ആധാറൊക്കെ എടുക്കുമ്പോഴേക്കും നമ്മൾ 10 വിരലിൻ്റെയും ഫിംഗർ പ്രിൻറ്റ് ക്യാപ്ചർ ചെയ്യും. അതായത് അതിൻ്റെ ഓർഡർ: ക്യാപ്ചർ ഫിംഗർ പ്രിൻറ്റ് ഓഫ് ദി ലെഫ്റ്റ് ഹാൻഡ്. ഫസ്റ്റ് ക്യാപ്ചർ ദി ഫിംഗർ പ്രിൻറ്റ്സ് ഓഫ് ദി 4 ഫിംഗേഴ്സ് ഓഫ് ദി ലെഫ്റ്റ് ഹാൻഡ് എക്സെപ്റ്റ് ദി തമ്പ്. അതായത് 4 ഫിംഗറിൻ്റെയും പ്രിൻറ്റ്സ് സൈമിൾട്ടേനിയസ് ആയി ക്യാപ്ചർ ചെയ്യും, തമ്പ് ഒഴിച്ച്. ദെൻ ക്യാപ്ചർ ഫിംഗർ പ്രിൻറ്റ് ഓഫ് ദി റൈറ്റ് ഹാൻഡ്. ഇതേ മെത്തേഡിൽ തന്നെ തമ്പ് ഒഴിച്ചുള്ള റൈറ്റ് ഹാൻഡിൻ്റെയും ഫിംഗർ പ്രിൻറ്റ് ക്യാപ്ചർ ചെയ്യും. While scanning the fingers and thumbs, the enrollee must use maximum area on the glass to get an accurate scan image of the fingerprint. അതായത് ഇത് സ്കാൻ ചെയ്യുമ്പോൾ മാക്സിമം ഏരിയ യൂസ് ചെയ്യണം. അതായത് നമ്മൾ ആ ഫ്ലാറ്റൻഡ് സർഫസിൽ മാക്സിമം ഏരിയ വരത്തക്ക വിധത്തിലായിരിക്കണം ഫിംഗർ പ്രിൻറ്റ് വെക്കേണ്ടത്. ദി ഓപ്പറേറ്റർ നീഡ് നോട്ട് യൂസ് എനി മൗസ് ഓർ പ്രസ് എനി ബട്ടൺ ടു സ്കാൻ ദി ഫിംഗർ പ്രിൻറ്റ്. അതായത് മൗസ് പ്രസ് ചെയ്യേണ്ടതോ ഒരു ബട്ടൺ ക്യാപ്ചർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. The fingerprint scanner automatically captures the fingerprint when the fingers are placed on the device. അതായത് ഇതാണ് ഫിംഗർ പ്രിൻറ്റ് ക്യാപ്ചറിങ്ങിൻ്റെ ഒരു ഇമേജ്. നമ്മൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഫിംഗർ പ്രിൻറ്റ് എടുക്കും, 4 ഫിംഗേഴ്സ്, തമ്പ് ഒഴിച്ചുള്ള 4 ഫിംഗേഴ്സ് എടുക്കും. പിന്നെ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് എടുക്കും, അതിനുശേഷം തമ്പ് എടുക്കും. ഇതിൽ ഓപ്പറേറ്റർ വേറെ മൗസോ ഒന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഹാൻഡ് അതിൽ വെക്കുമ്പോഴേക്കും തന്നെ ഫിംഗർ പ്രിൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ചെയ്യും. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഐറിസ് സ്കാനിങ് ആണ്. ഐറിസ് എന്താണ്? ഐറിസ് നമുക്കറിയാം, കൃഷ്ണമണി. ഐറിസ് എന്താ ശരിക്കും? മസിൽ വിതിൻ ദി ഐ ദാറ്റ് റെഗുലേറ്റ് ദി സൈസ് ഓഫ് ദി പ്യൂപ്പിൾ ബൈ കൺട്രോളിങ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് ദാറ്റ് എൻറ്റേഴ്സ് ദി ഐ. അതായത് ആ കൃഷ്ണമണിയുടെ ആ ഭാഗത്തിലേക്ക് കടക്കുന്ന വെളിച്ചം കൺട്രോൾ ചെയ്യുന്ന മസിൽസാണ് ഐറിസ്. ഇറ്റ് ഈസ് ദി കളേർഡ് ഏരിയ ബിറ്റ്വീൻ ദി സ്ക്ലിറ ആൻഡ് പ്യൂപ്പിൾ ദാറ്റ് സറൗണ്ട്സ് ദി പ്യൂപ്പിൾ. അതായത് ആ കളേർഡ് ഏരിയയാണ് ഐറിസ് എന്ന് പറയുന്നത്.
ഐറിസ് ക്യാപ്ചറിംഗ് ഡിവൈസ്, സിംഗിൾ ഐറിസ് ക്യാപ്ചറിംഗ് ഡിവൈസ്, ഡബിൾ ഐറിസ് ക്യാപ്ചറിംഗ് ഡിവൈസ്, ഇങ്ങനെ പലതരത്തിലുള്ള ഐറിസ് ക്യാപ്ചറിംഗ് ഡിവൈസസ് ഉണ്ട്. സിംഗിൾ ഐറിസ് ക്യാപ്ചറിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് ദി ഡിവൈസ് ക്യാൻ സ്കാൻ ആൻഡ് ക്യാപ്ചർ ഓൺലി വൺ ഐ അറ്റ് എ ടൈം. ദി സ്കാനർ ലുക്സ് ലൈക്ക് എ ഡിജിറ്റൽ ക്യാമറ. അതായത് ഒരു ഐ മാത്രമേ ഒരു സമയത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സിംഗിൾ ഐറിസ് ക്യാപ്ചറിംഗ് ഡിവൈസ്. ഡബിൾ ഐറിസ് ക്യാപ്ചറിംഗ് ഡിവൈസ്, ദി ഡിവൈസ് ക്യാൻ ആൻഡ് ക്യാപ്ചർ ദി ഇമേജസ് ഓഫ് ബോത്ത് ദി ഐസ് അറ്റ് വൺ ടൈം. There is another type of double iris capture which when held close to the eye scans the eyes. അതായത് വേറൊരു ടൈപ്പ് ഡബിൾ ഐറിസ് സ്കാനർ ഉണ്ട്. അതൊരു ഓപ്പറേറ്റർ ഐയുടെ ക്ലോസ് ആയിട്ട് പിടിക്കുമ്പോൾ അത് സ്കാൻ ചെയ്യും. ഐയുടെ പൊസിഷൻ അനുസരിച്ച് ഓപ്പറേറ്റർ ആ ഡിവൈസ് നീക്കിക്കൊണ്ട് നിൽക്കും. ഇതാണ് 3 ടൈപ്പ് ഐറിസ് ക്യാപ്ചറിംഗ് ഡിവൈസ്. നമുക്കിതിൻ്റെ ഡയഗ്രാം കാണാം. ഇതൊരു സിംഗിൾ ഐറിസ് ക്യാപ്ചറിംഗ് ഡിവൈസ്, ഒരു ഐയുടെ മാത്രം അറ്റ് എ ടൈം ക്യാപ്ചർ ചെയ്യും. ഡബിൾ ഐറിസ് ക്യാപ്ചറിംഗ് ഡിവൈസ്, അതായത് ഇത് 2 കണ്ണും ഒറ്റ സമയത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതും സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു USB കണക്റ്റർ ഓർ കേബിൾ യൂസ് ചെയ്യും. മെത്തേഡ് ഓഫ് ക്യാപ്ചറിംഗ് ഐറിസ് സാമ്പിൾസ്. എങ്ങനെയാണ് ഐറിസ് ക്യാപ്ചർ ചെയ്യുന്നത്? ആദ്യം തന്നെ ദി ഓപ്പറേറ്റർ ഷുഡ് എൻഷുവർ ദാറ്റ് ദി എൻറോളി ഹാസ് എ സ്ട്രെയിറ്റ് പോസ്ചർ. എൻറോളി സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. The scanner device should be scaled steadily and slowly aimed at the eyes of the enrollee. If the enrollee has to hold the device, the operator may help him to hold it steadily. അതായത് എൻറോളിയോട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറയണം. അതുപോലെ എൻറോളിയാണ് ഐറിസ് സ്കാനിങ് ഡിവൈസ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഓപ്പറേറ്റർ അതിനു വേണ്ടി സഹായിക്കണം. വൺസ് ദി ഡിവൈസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ബ്രിഡ്ജ് ഓഫ് ദി നോസ് ആസ് ക്ലോസ് ടു ഐസ് ഓഫ് ദി എൻറോളി, എ സ്മോൾ ലൈറ്റ് വിൽ സ്റ്റാർട്ട് ഗ്ലോയിങ് ഇൻ ദി ഫ്രണ്ട് ഓഫ് ലെഫ്റ്റ് ഐ. അതായത് ആദ്യം തന്നെ ലെഫ്റ്റ് ഐയുടെ ഇമേജാണ് ക്യാപ്ചർ ചെയ്യുന്നത്. അതായത് ഡിവൈസ് നമ്മുടെ ലെഫ്റ്റ് ഐയുടെ ബ്രിഡ്ജിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്മോൾ ലൈറ്റ് ഗ്ലോ ചെയ്യും. ആ ലൈറ്റിൻ്റെ പൊസിഷൻ അനുസരിച്ച് ലെഫ്റ്റ് ഐ ക്യാപ്ചർ ചെയ്യും. അതിന് ശേഷം റൈറ്റ് ഐയുടെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് റൈറ്റ് ഐയും ഇതേപോലെ ഒരു ലൈറ്റ് ഗ്ലോ ചെയ്യും. അതിനനുസരിച്ച് റൈറ്റ് ഐയും ക്യാപ്ചർ ചെയ്യും. പിന്നെ ഐറിസ് സ്കാനറിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ക്യാമറ പോലെ തന്നെ അത് സെൻസിറ്റീവാണ്. ദി ഐറിസ് ക്യാപ്ചർ പ്രോസസ് ഈസ് സെൻസിറ്റീവ് ടു ലൈറ്റിംഗ് കണ്ടീഷൻ പ്രസൻറ്റ് ഇൻ ദി റൂം. അതായത് ലൈറ്റിംഗ് കണ്ടീഷന് സെൻസിറ്റീവാണ്. അപ്പോൾ ഓപ്പറേറ്റർ എന്താ ഇൻഷുർ ചെയ്യേണ്ടത്? നോ ഡയറക്റ്റ് ഓർ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഡയറക്ട്ലി റിഫ്ലക്ട്സ് ഓഫ് ദി എൻറോളീസ് ഐസ്. ഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. During the capture of the iris image, the device software will provide feedback to the operator on the quality of the image. If the quality is poor, the operator should repeat the process of capturing the iris image. എന്തെങ്കിലും കാരണം വെച്ചാൽ, അതായത് നമ്മൾ ക്യാപ്ചർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ GUIയിൽ, അതായത് ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് അറിയാം, ആ ക്വാളിറ്റിയെ പറ്റിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. ആ ഫീഡ്ബാക്കിനനുസരിച്ച് അത് ഗുഡ് ആവുന്നത് വരെ ഐറിസ് ക്യാപ്ചറിങ് പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. ആഫ്റ്റർ ക്യാപ്ചറിങ് ദി ഐറിസ് ഇമേജ്, ദി സിസ്റ്റം will store the iris image into the laptop or desktop using the USB port. ഐറിസ് ക്യാപ്ചർ ചെയ്തതിന് ശേഷം ഇത് ഒരു ഡെസ്ക്ടോപ്പിലേക്കോ അതല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കോ ഒരു USB പോർട്ട് വെച്ച് ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് മെത്തേഡ് ഈസ് പാം റെക്കഗ്നിഷൻ. പാം പ്രിൻറ്റ്. എ പാം പ്രിൻറ്റ് റെഫേഴ്സ് ടു ആൻ ഇമേജ് അക്വയർഡ് ഓഫ് ദി പാം റീജിയൻ ഓഫ് ദി ഹാൻഡ്. അതായത് പാം റീജിയൻ്റെ ഒരു ഫോട്ടോയാണ് പാം പ്രിൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളം കൈയിൻ്റെ ഒരു ഫോട്ടോ. പാം നമുക്കറിയാം, നമുക്ക് കൈനോട്ടക്കാരും ഇതൊക്കെ നോക്കി പറയുന്നത് നിങ്ങൾ പലതിലും കണ്ടിട്ടുണ്ടാവും. അതായത് ആ കൈരേഖകളുണ്ട്. കൈരേഖകൾ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. പക്ഷെ അത് പലതരത്തിലുള്ള കൈരേഖകളുണ്ട്. പ്രിൻസിപ്പൽ ലൈൻസ് മീൻസ് ദി ഹാർട്ട് ലൈൻ, ദി ലൈഫ് ലൈൻ ആൻഡ് ദി ഹെഡ് ലൈൻ. റീജിയൻസ്, ഫിംഗർ റൂട്ട്, ഇൻസൈഡ് റീജിയൻ ആൻഡ് ഔട്ട്സൈഡ് റീജിയൻ. ഇത് നമുക്ക് ഡയഗ്രത്തിൽ ക്ലിയർ ആയിട്ട് കാണാം. ഡാറ്റം പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് പോയിന്റ്സ്, മിഡ് പോയിന്റ്. Then the geometry features like width of the palm, length of the palm, area of the palm, etc. Wrinkle features, അതായത് കയ്യിലെ ചുളിവുകൾ, അതുപോലെ പലതരത്തിലുള്ള പാടുകൾ, ഇതാണ് wrinkle features. Delta point features. These are defined as the center of a delta-like region in the palm print. അതായത് ഒരു ഡെൽറ്റ ലൈക്ക് റീജിയൻ, ഒരു ത്രികോണാകൃതിയിലുള്ള
ഒരു പാർട്ടിൻ്റെ സെൻറ്ററിനെയാണ് ഡെൽറ്റ പോയിന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മൈന്യൂട്ടെ ഫീച്ചേഴ്സ്, ഫിംഗർ പ്രിൻറ്റിൽ കാണുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള റിഡ്ജസും മൈന്യൂട്ടെ എല്ലാം പാമിലും ഉണ്ട്. അതായത് ഒരു പാം പ്രിൻറ്റിൻ്റെ ഫോട്ടോയാണ് ഔട്ടർ പലതരത്തിൽ 1, 2, 3 എന്ന് ലൈൻ ഇട്ടിട്ട് ഇന്നർ പലതരത്തിലുള്ള റീജിയനെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ റീജിയനെയും കാണിച്ചിട്ടുണ്ട്. ഇനി ഈ പാം പ്രിന്റ് ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഫിംഗർ പ്രിന്റ് ഡിവൈസ് പോലെ തന്നെ ഒരു ഡിവൈസാണ് പാം പ്രിന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പാം പ്രിന്റ് റെക്കഗ്നിഷൻ സിസ്റ്റംസ് യൂസ് എ സ്കാനിങ് ഡിവൈസ് ഓർ എ ക്യാമറ based application along with associated software that processes image data from a photograph of an individual's palm and compares it to a stored record for that person. അതായത് പാം പ്രിന്റ് റെക്കഗ്നിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്കാനിങ് ഡിവൈസ്, നമ്മൾ ഫിംഗർ പ്രിന്റ് കണ്ട പോലെ തന്നെ ഒരു സ്കാനിങ് ഡിവൈസാണ്. അത് ഒരു ക്യാമറ പോലത്തെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് പാം പ്രിന്റ് ക്യാപ്ചർ ചെയ്യും. അതിനുശേഷം എന്താ, അത് ഒരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, സ്റ്റോർ ചെയ്തിട്ടുള്ള പാം പ്രിന്റുമായിട്ട് കമ്പയർ ചെയ്യും. പാം പ്രിന്റ് എന്ന് വെച്ചാൽ അതിൽ കൗണ്ടർ പാർട്സ് ടു ഫിംഗർ പ്രിന്റ്സ് ഇൻക്ലൂഡിങ് സിമിലർ ഡീറ്റെയിൽസ്. അതായത് പാം പ്രിന്റും ഫിംഗർ പ്രിന്റും തമ്മിൽ വളരെ സാദൃശ്യമുണ്ട്. അതുപോലത്തെ ഡീറ്റെയിൽസ് ആണ് ഫിംഗർ പ്രിന്റിൽ കാണുന്ന പാറ്റേൺ പോലത്തെ പാറ്റേൺസ് ആണ് പാം പ്രിന്റിലുള്ളത്. പാം പ്രിന്റ് സ്കാനേഴ്സ് കോണ്ടാക്റ്റ് വെച്ച് സ്കാൻ ചെയ്യുന്നതുണ്ട്, കോണ്ടാക്റ്റ് ഇല്ലാതെ സ്കാൻ ചെയ്യുന്നതുണ്ട്. പക്ഷേ കോണ്ടാക്റ്റ് വെച്ച് സ്കാൻ ചെയ്യുന്നതാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഇതാണ് ഒരു പാം പ്രിന്റ് സ്കാനർ. അതായത് ഇതിപ്പോൾ ഒരു കോണ്ടാക്റ്റ് വെച്ചിട്ട് നമുക്കറിയാം ഫിംഗർ പ്രിന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ പാം പ്രിന്റ് സ്കാനറിന്റെ പാർട്ടിൽ നമ്മുടെ പാം പതിയുന്ന വിധത്തിൽ, അതായത് ഫിംഗേഴ്സ് ഇതിൽ പുറത്താണ് കാണിച്ചിരിക്കുന്നത്, പാം വ്യക്തമായി പതിയുന്ന വിധത്തിൽ അതിൽ നമ്മുടെ കൈ പതിക്കും. ആ കൈ പതിച്ചതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യും. ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റ ലാപ്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് പാം പ്രിന്റ് സ്കാനർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബയോമെട്രിക് ഡാറ്റ ക്യാപ്ചറിങ് മെത്തേഡ്സ്. ഇതിൽ നമ്മൾ ആധാറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഐറിസ്, ഫിംഗർ പ്രിന്റ്, ഫേസ് എന്നിവയാണ്. പാം പ്രിന്റ് അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, എന്നാലും ചില സ്പെസിഫിക് യൂസസിന് പാം പ്രിന്റും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഹാൻഡ്ലിംഗ് ബയോമെട്രിക് എക്സെപ്ഷൻസ്. നമ്മളിത് ബയോമെട്രിക് ഡാറ്റ എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത് എന്ന് പഠിച്ചു. പക്ഷേ ഇതിൽ പലപ്പോഴും ബയോമെട്രിക് എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു വിരലില്ലാത്ത ആൾ, എന്തെങ്കിലും ഡിഫക്ട്സ് ഉള്ള ആൾ, കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾ, ഇതൊക്കെയാണ് എക്സെപ്ഷൻസ്, അതായത് അസാധാരണമായ കേസസ്. ദി ഓപ്പറേറ്റർ ഷുഡ് മോണിറ്റർ ദി ക്യാപ്ചർ ക്വാളിറ്റി കെയർഫുള്ളി. എക്സെപ്ഷൻസ് ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ഇഞ്ചുറി, അതായത് മുറിവ്, ആംബുട്ടേഷൻ ഓഫ് ഫിംഗേഴ്സ്, വിരലുകൾ മുറിച്ച് കളയുന്നത്, ആംബുട്ടേഷൻ ഓഫ് ഹാൻഡ്സ്, കൈ തന്നെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, പ്രോബ്ലംസ് വിത്ത് ഐസ്, മിസ്സിങ് ഐ, പിന്നെ കയ്യിൽ എന്തെങ്കിലും മെഹന്തി പോലത്തെ പാറ്റേൺ ഇടുന്നത്, റഫായിട്ടുള്ള ഫിംഗേഴ്സ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കൊണ്ട് എക്സെപ്ഷൻസ് ഒക്കർ ചെയ്യാം. എക്സെപ്ഷൻസ് ഹാവ് ടു ബി ഹാൻഡിൽ വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അതായത് ബയോമെട്രിക് ഡാറ്റ ക്യാപ്ചർ ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് അയാളുടെ പ്രത്യേകതയാണ് കുറച്ചുകൂടി സഹായിക്കുന്നത്. അപ്പോൾ ഒരു ക്രിമിനൽ ഐഡൻറ്റിഫിക്കേഷനൊക്കെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉള്ള ആളോ ഒരു എക്സെപ്ഷൻ ഉള്ള ആളാണെങ്കിൽ അയാളെ സാധാരണ ആൾക്കാരെ അപേക്ഷിച്ച് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഹാസ് മെനി പീപ്പിൾ ഹു ഹാവ് വോൺ ഔട്ട് ഫിംഗർ പ്രിൻറ്റ്സ് ബിക്കോസ് ഓഫ് ഫിസിക്കൽ ലേബർ. ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഒരുപാട് ആൾക്കാർ, അതായത് ഫിസിക്കലായിട്ട്, അതായത് നമുക്കറിയാം യന്ത്രങ്ങൾ ഉപയോഗിച്ച് പണി ചെയ്യുന്നവർ, ഭൂമിയിൽ കൃഷിക്കാർ, അവരൊക്കെ വളരെ റഫായിട്ടുള്ള ഹാൻഡ്സ് ആയിരിക്കും ഉണ്ടാവും, ഫിസിക്കൽ ലേബറും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും എക്സെപ്ഷൻസ് ഉണ്ടാവും. അതുപോലെ അംഗവൈകല്യങ്ങൾ സംഭവിച്ചവർക്കും എല്ലാം എക്സെപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ചെക്ക് ദി റെസിഡൻസ് ഫിംഗേഴ്സ് ആൻഡ് ഐസ് ഫോർ ഫിറ്റ്നസ്. അതായത് ഫിംഗേഴ്സ് ഐസൊക്കെ ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സ്പെസിഫൈ ബയോമെട്രിക് എക്സെപ്ഷൻസ് ബൈ ക്ലിക്കിംഗ് ഓൺ ദി ബയോമെട്രിക് എക്സെപ്ഷൻ ക്യാപ്ചർ ബട്ടൺ. അതായത് ഇതിൽ ആധാർ എടുക്കുന്ന സ്റ്റെപ്പാണ് പറയുന്നത്. വല്ല ബയോമെട്രിക് എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയറിൽ പെർട്ടിക്കുലർ ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ സ്പെസിഫൈ ചെയ്തതിന് ശേഷം ആ എക്സെപ്ഷൻ ക്യാപ്ചർ ചെയ്യണം. ക്ലിക്ക് ഓൺ ദി സ്പെസിഫിക് പാർട്ട് ഓഫ് ദി ഇമേജ്. ആ ഏത് പാർട്ടിലാണ്, അതായത് ഏത് എക്സെപ്ഷനാണ് വരുന്നത് ആ പാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഓൺ എനി പാർട്ട് ഓഫ് ദി ഇമേജ് വൺസ് ടു ഇൻഡിക്കേറ്റ് നോൺ അവൈലബിലിറ്റി ഓഫ് ഡാറ്റ ഫോർ ദാറ്റ് പാർട്ട്. അതായത് എക്സെപ്ഷന് ഇപ്പോൾ കണ്ണാണ് ഇല്ലാത്തത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫിംഗറാണ് ഇല്ലാത്തത്, അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് എന്താ, ആ എക്സെപ്ഷൻസ് ക്യാപ്ചർ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ആംബുട്ടേറ്റഡ് ഹാൻഡ്സ് ആണ്, മിസ്സിങ് ഐസ് ആണ്, ഇത് ക്യാപ്ചർ ചെയ്യണം.
ഒബ്റ്റെയിൻ സൂപ്പർവൈസർ വെരിഫിക്കേഷൻ ഫോർ ബയോമെട്രിക് എക്സെപ്ഷൻ. അതായത് ആധാറൊക്കെ എടുക്കുക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബയോമെട്രിക് പർപ്പസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഓപ്പറേറ്റർ ഇതെല്ലാം ക്യാപ്ചർ ചെയ്ത് റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് സൂപ്പർവൈസറുടെ ഒരു വെരിഫിക്കേഷനും കൂടി ആ ബയോമെട്രിക് എക്സെപ്ഷന് ഒബ്റ്റെയിൻ ചെയ്യണം. എന്നിട്ട് ഇതുകൂടി ആ സോഫ്റ്റ്വെയറിൽ ആ വ്യക്തിയുടെ ഡാറ്റയുടെ കൂടെ ഒരു ബയോമെട്രിക് എക്സെപ്ഷൻ ഉള്ള ഒരാളാണെന്ന് കൂടി റെക്കോർഡ് ചെയ്ത് ആ എക്സെപ്ഷൻ എന്താണെന്ന് കൂടി ക്യാപ്ചർ ചെയ്ത് അതിൽ സ്റ്റോർ ചെയ്യണം. അതായത് ഒരു വിരലില്ലാത്ത ആളാണ്, അപ്പോൾ ആ വിരലില്ലാത്ത ആ പിക്ചർ, ആ ഇമേജ് ക്യാപ്ചർ ചെയ്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതും ആ വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ബയോമെട്രിക് എക്സെപ്ഷൻ. അപ്പോൾ നമ്മളിതിൽ ബയോമെട്രിക് ഡാറ്റ എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത് കണ്ടു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോമെട്രിക് ഡാറ്റ ഫേസ്, ഐറിസ്, പാം പ്രിൻറ്റ്, ഫിംഗർ പ്രിൻറ്റ്, ഇത് ക്യാപ്ചർ ചെയ്യാനുള്ള ഡിവൈസസ് കണ്ടു. ഇനി ഇത് ക്യാപ്ചർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബയോമെട്രിക് എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് രേഖപ്പെടുത്തുന്നതെന്നും കണ്ടു. താങ്ക് യു.